അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് ലേണേഴ്സ്, സുബലക്ഷ്മിയുടെ മഷ്ക് ആക്ടിവിറ്റീസാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ പാഠം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. മൈന യാദ് കീജിയെ, അർത്ഥം ഓർക്കാനാണ് പറയുന്നത്. സോസ് എന്ന് പറഞ്ഞാൽ ശോകം, ജാദുമേം ഗോന എന്ന് പറഞ്ഞാൽ മാജിക്കിൽ മുഴുകുക അല്ലെങ്കിൽ മാന്ത്രിക വലയത്തിൽ മുഴുകുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫിത്തിരി ഹുസൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ ഭംഗി, നാച്ചുറൽ ആയിട്ടുള്ള ഭംഗി. മയൂബ് എന്ന് പറഞ്ഞാൽ ന്യൂനത. മസ്ഹൂർ എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുക, സംഭ്രമിക്കുക എന്നൊക്കെ അർത്ഥം. ലോഹമാന എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവിനെ അംഗീകരിപ്പിക്കുക. മുത്താനിത്ത് എന്ന് പറഞ്ഞാൽ ഗൗരവം. എഹ്തിറാം എന്ന് പറഞ്ഞാൽ ആദരവ്. ജൗഹർ എന്ന് പറഞ്ഞാൽ തികവ്, മികവ് എന്നൊക്കെ പറഞ്ഞു. അഖ്വാമെ മുത്തഹിദ എന്ന് പറഞ്ഞാൽ UNO, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ ആണ് പറയുക. ഫലാഹി കാം എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനം. കിലോകാര എന്ന് പറഞ്ഞാൽ പാട്ടുകാരി എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നീച്ചെ ലിഖേ ഹുയ അൽഫാദുക്കോ ബുലന്ദ് ആവാസെ പഠേ, താഴെ തന്നിട്ടുള്ള വാക്കുകളെ വളരെ ഉച്ചത്തിൽ വായിക്കാനാണ് പറയുന്നത്. ഈ വാക്കുകളുടെ മുകളിൽ തന്ന വാക്കുകളുടെ അർത്ഥവും ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുത്തെടുക്കുക. മൂസിക്കാർ സംഗീതജ്ഞൻ. ദിൽദാദ എന്ന് പറഞ്ഞാൽ പ്രണയിക്കുക. സിർഫ് എന്ന് പറഞ്ഞാൽ മാത്രം. മയൂബ് എന്ന് പറഞ്ഞാൽ ന്യൂനത. മസ്ഹൂർ എന്ന് പറഞ്ഞാൽ പരിഭ്രമം. വഖഫ് കർദേന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സമർപ്പിക്കുക. മുത്തഹിദ, അക്വാമെ മുത്തഹിദ UN. മുത്തഹിദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റക്കുള്ള വാക്കർത്ഥം അങ്ങനെ ഐക്യമുള്ള എന്നാണ്. ജഷൻ എന്ന് പറഞ്ഞാൽ ആഘോഷം. സോച്ചി ഓർ ബത്തായെ, ചിന്തിക്കൂ, പറയൂ. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. സുബലക്ഷ്മി ക ജൻ കബു ഹുവാത്ത, സുബലക്ഷ്മി എപ്പോഴാണ് ജനിച്ചത്? പിന്നെ സുബലക്ഷ്മിനെ കോൺസി നെയ് റിവായത്ത് ഖായിം കി, സുബലക്ഷ്മി ഏത് പുതിയ ഒരു സമ്പ്രദായമാണ് സ്ഥാപിച്ചത്? സുബലക്ഷ്മി ഒരു പുതിയ സമ്പ്രദായം സ്ഥാപിച്ചു അല്ലേ? അവരുടെ കാലത്ത് സ്റ്റേജിന്മേൽ സ്ത്രീകൾ, പെൺകുട്ടികൾ കയറി പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ പൊളിച്ച് അടക്കി സുബലക്ഷ്മിയാണ് എന്ത് സ്ത്രീകൾക്കും സ്റ്റേജിൽ കയറി പാടാം എന്ന ഒരു റിവായത്ത് സമ്പ്രദായം സ്ഥാപിച്ചത്. അപ്പോൾ അത് എഴുതി കൊടുക്കുക. പിന്നെ സുബലക്ഷ്മിനെ കിൻ ഫിലിമോമേം അതേക്കാരിക്ക ജൗഹർ ദിക്കായെ, സുബലക്ഷ്മി കിൻ ഫിലിമോമേം ഏതെല്ലാം ഫിലിമുകളിലാണ് അദാകാരിക്ക ജൗഹർ അഭിനയത്തിൻ്റെ തികവ് ദിക്കായെ കാണിച്ചത്? അപ്പോൾ അവർ അഭിനയിച്ച സിനിമയുടെ പേര് എഴുതുക. അപ്പോൾ സുബലക്ഷ്മിനെ എന്നിട്ട് ആ കിൻ എന്നുള്ള സ്ഥലത്ത് ആ ഫിലിമുകളുടെ പേര് എഴുതി കൊടുക്കുക. എന്നിട്ട് അതേമാതിരി തന്നെ എഴുതുക, ഫിലിമോമേം അദാകാരിക്ക ജൗഹർ ദിക്കായെ. അങ്ങനെ ക്വസ്റ്റ്യൻ കൂടി ചേർത്ത് എഴുതുക. അവിടെ ക്വസ്റ്റ്യൻ വേർഡ് മാറ്റി അവിടെ ഉത്തരം ചേർത്ത് കൊടുക്കുക. സുബലക്ഷ്മിക്കോ കോൺ കോൺ സെ ഇജാസത്ത് പേഷ് കിയേ ഗയേ, സുബലക്ഷ്മിക്ക് ഏതെല്ലാം ബഹുമതികളാണ് നൽകപ്പെട്ടത്? സുബലക്ഷ്മിക്ക് ധാരാളം അവാർഡ് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഇജാസാത്ത് ബഹുമതികളാണ്, അവാർഡുകളാണ് സുബലക്ഷ്മിക്ക് കിട്ടിയതെന്ന് പറയുക. സുബലക്ഷ്മിനെ ജവാനക്കി ദൂസരി അഹം ഗാനെ വാലി, സുബലക്ഷ്മിനെ ജവാനക്കി സുബലക്ഷ്മിയുടെ കാലത്തുള്ള ദൂസരി അഹം ഗാനെ വാലി ഖവാത്തിൻ കാ നാം ലിഖേ, മറ്റുള്ള പ്രധാനപ്പെട്ട പാട്ടുകാരികളായ സ്ത്രീകളുടെ, വനിതകളുടെ പേര് എഴുതാൻ. അപ്പോൾ സുബലക്ഷ്മിയുടെ കാലത്ത് മറ്റുള്ള പാട്ടുകാരികളുടെയും പേര് നമ്മുടെ പാഠത്തിൽ വന്നിട്ടുണ്ട്, അത് എഴുതിയെടുത്താൽ മതി. പിന്നെ ഹാരി ജഗോംകോ മുനാസിബ് അൽഫാസെ ബരിയെ, വിട്ട ഭാഗം, താഴെ തന്നിട്ടുള്ള വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത്. അത് നേരെ നമ്മുടെ ടെസ്റ്റിൽ നോക്കി അവിടെ ടെസ്റ്റിൽ തന്നെ പൂരിപ്പിച്ചാൽ മതി. പിന്നെ നീച്ചെ ദിയ ഗയ ലഫ്ലോംകോ ജുംലോമെ ഇസ്തിമാൽ കീജിയെ, വളരെ പ്രധാനപ്പെട്ട അടുത്ത പ്രവർത്തനമാണ്. നിങ്ങൾ താഴെ തന്നിട്ടുള്ള ജുംലകളെ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള വാക്കുകളെ ജുംലയിൽ പ്രയോഗിക്കാൻ. ഫന്നിക്കാർ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ്, കലാകാരൻ. ഷുഹറത്ത് എന്ന് പറഞ്ഞാൽ പ്രശസ്തി. ഉസ്ന എന്ന് പറഞ്ഞാൽ ഭംഗി. മുത്താനി ഗൗരവം. ഫലാഹി കാം ജീവകാരുണ്യ പ്രവർത്തനം. ജയിൽക്കെ അൽഫാദ് ആപ്കെ സബത്തുമേ ആയേ ഹെ, താഴെ തന്നിട്ടുള്ള വാക്കുകൾ നിങ്ങളുടെ പാഠത്തിൽ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടാൻ ലി വഖഫ് കർദിയ, ഈ രണ്ട് പദങ്ങൾ വന്നിട്ടുണ്ട്. ടാൻ ലേന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രതിജ്ഞ എടുക്കുക. വഖഫ് കർദേന എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞു. ഇനി അതിൽ നിന്നൊരു ഖായിദ പറയാട്ടോ. ഉൻസെ കിസി കാം കാ കർണ യാ ഹോന,
ഇവകളിൽ നിന്ന് ടാൻ ലേന അതുപോലെ വഖഫ് കർദിയ എന്ന പദങ്ങളിൽ നിന്ന് കിസി കാം ക കർണ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുക, യാ ഓർ അല്ലെങ്കിൽ, യാ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ ഓർ എന്നാണ് അർത്ഥം കേട്ടോ. യാ എന്ന് പറഞ്ഞ ഓർ അല്ലെങ്കിൽ. അപ്പോൾ ഉൻസെ ഈ വാക്കുകളിൽ നിന്ന് കിസി കാം ക കർണ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുക, യാ ഓന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടാവുക എന്നത് സോഹിർ ഹോത്ത ഹെ വ്യക്തമാകുന്നു. ഐസെ അൽഫാദ് ഇങ്ങനെയുള്ള ലഫ്ദുകൾ ജിൻസെ അതിൽ നിന്ന് കിസി കാം കർണ കിസി കാം ക കർണ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുക, യാ അല്ലെങ്കിൽ ഓന ഉണ്ടാവുക, സോഹിർ ഹോ വ്യക്തമാകുന്നത് ഉനേം ഫീല് കൽത്താഹെ അതിനാണ് ഫീല് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ അറബിയിലൊക്കെ പഠിച്ച ഫീലില്ലേ, അപ്പോൾ എന്താണ് ഫീല് എന്ന് ചോദിച്ചാൽ അതിൽ ഒരു പ്രവർത്തനം ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടാവുക, അങ്ങനെയുള്ള അൽഫാദുകൾക്കാണ് ഫീല് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ആപ്പ് ഈ സബ്സെ ഫീലിക്ക് 5 മിസാലേം ടൂണ്ടുക്കൽ ലിഗേ നിങ്ങൾ ഈ പാഠത്തിൽ നിന്ന് ഫീലിൻ്റെ 5 ഉദാഹരണങ്ങൾ ടൂണ്ടുക്കർ അന്വേഷിച്ചിട്ട് ലിഗേ എഴുതൂ. അപ്പോൾ ഇതിൽ നിന്ന് 5 ഫീലുകൾക്ക് ഉദാഹരണം എഴുതട്ടോ ഈ പാഠത്തിൽ നിന്ന്. അത് നിങ്ങളെ ആക്ടിവിറ്റിയാണ്. 5 ഫീലുകൾ കണ്ടെത്തി നിങ്ങൾ എഴുതുക. ഇനി ഈ സബുക്കുമേം ഐസ ഫിക്രാഹെ ഈ ഒരു പാഠത്തിൽ ഇങ്ങനെയുള്ളൊരു ഫിക്രയുണ്ട്. അപ്നി സ്വലാഹിയത്തുക്ക ലോഹ മൻവായ നമ്മുടെ പാഠത്തിൽ വന്നൊരു പദമാണ്. തൻ്റെ കഴിവിൻ്റെ ശക്തി അംഗീകരിപ്പിക്കുക എന്നാണ് അർത്ഥം. ലോഹ മൻവാന മുഹാവറാഹ ഈ ലോഹ മൻവാന എന്ന് പറഞ്ഞ ഒരു മുഹാവറയാണ്. മുഹാവറ എന്ന് പറഞ്ഞ ഒരു യൂസേജാണ് എന്ന് പറയാം, ഒരു പ്രയോഗമാണ്, ഒരു ഇഡിയമാണ്. മുഹാവറ എന്ന് പറഞ്ഞ യൂസേജ് ഒരു പ്രയോഗമാണ്. 2 പദങ്ങളൊക്കെ കൂടി ചേർന്ന് ഒരു പ്രയോഗം ഉണ്ടാവും, ഒരു പദപ്രയോഗമാണ് ലോഹ മൻവാന എന്ന് പറഞ്ഞാൽ. ഉസ്ക മത്ലബ് ഹെ ഇതിൻ്റെ ഉദ്ദേശമാണ് അപ്പിനി ബഡായി യാ തോക്ക് തൻ്റെ ശക്തിയെ അപ്പിനി ബഡായി യാ തോക്കത്തുക്കോ തൻ്റെ ശക്തിയെ മൻവ ലേന അത് അംഗീകരിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനാണ് യൂസേജ് മുഹാവറ എന്ന് പറയുക. നീച്ച ലിഖേ ഹുയെ മുഹാവറക്കോ ജുംലേമ ഇസ്തിമാൽ കീജിയെ താഴെ തന്നിട്ടുള്ള മുഹാവറകളെ ഇങ്ങനെയുള്ള യൂസേജുകളെ ജുംലയിൽ പ്രയോഗിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബുക്കിൽ വന്ന ഒരു യൂസേജാണ് ലോഹ മൻവാന. അതുപോലെ താഴെ കുറച്ച് യൂസേജുകൾ വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക ജുംലയിൽ പ്രയോഗിക്കാൻ. ഇത് എന്തായാലും നിർബന്ധമായാലും നോട്ട് ബുക്കിൽ എഴുതുക. ചാർ ചാന്ത് ലഗാന എന്ന് പറഞ്ഞാൽ മാറ്റു കൂട്ടുക, ഭംഗി കൂട്ടുക ഒരു മുഹാവറയാണ്, ഒരു യൂസേജാണ്. ചാർ ചാന്ത് ലഗാന എന്ന് പറഞ്ഞാൽ ഭംഗി കൂട്ടുക അല്ലെങ്കിൽ മാറ്റു കൂട്ടുക എന്നൊക്കെ പറയാം. അതുപോലെ മൗത്തി ലുട്ടാന എന്ന് പറഞ്ഞാൽ കണ്ണുനീർ പൊയ്ക്കുക എന്നാണ് അർത്ഥം. മൗത്തി എന്ന് പറഞ്ഞാൽ മുത്തുകൾക്കാണ് പറയുക, ലുട്ടാന എന്ന് പറഞ്ഞാൽ ഇടുക എന്നൊക്കെയാണ്. പക്ഷെ 2 പദങ്ങൾ കൂടി ഒരു യൂസേജായി മാറി അവിടെ. അപ്പോൾ മോത്തി ലുട്ടാന എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്തായി മാറി? കണ്ണുനീർ പൊയ്ക്കുക എന്നായി മാറി. പിന്നെ നൗ ദോ ഗ്യാര ഹോന അതും ഒരു യൂസേജാണ്. നൗ ദോ ഗ്യാര ഹോന എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഓടിപ്പോവുക എന്നാണ് അർത്ഥം. പിന്നെ ലോഹയ്ക്ക് ചുനെ ചുപ്പാന എന്ന് പറഞ്ഞാൽ കഠിനമായ ജോലി ചെയ്യുക എന്നാണ് അർത്ഥം. കഠിനമായ അല്ലെങ്കിൽ പ്രയാസകരമായ ജോലി ചെയ്യുന്നതിനാണ് ലോഹയ്ക്ക് ചുനെ ചുപ്പാന എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ മുഹാവറകളെ ഈ യൂസേജുകളെ ജുംലയിൽ പ്രയോഗിച്ച് നിങ്ങൾ എഴുതുക. ജോട്ട് മിലായി ഇനി മാത്രമല്ല താഴെ ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. സിത്താർ നവാസ് സിത്താർ വായിക്കുന്ന ആൾ ആരാണ്? പണ്ഡിത് രവി ശങ്കറാണ്. അതുപോലെ ഷഹനായി നവാസ്, ബാൻസുരി നവാസ്, ഗിലോക്കാർ, സറൂദ് നവാസ് ഈ ഒക്കെ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അത് ആരാണ് വായിക്കുന്നത് നമ്മളെ ബുക്കിൽ വന്നിട്ടുണ്ട്, പാഠത്തിൽ വന്നിട്ടുണ്ട്. അത് കണ്ടെത്തി ഈ ടെസ്റ്റിൽ തന്നെ യോജിപ്പിക്കുക. ഓക്കെ, ഇനി അമലിക്കാം സബുക്കുമേ കുച്ച് മുഹാവറ ആയ ഹെ നമ്മുടെ ഈ പാഠത്തിൽ കുറച്ച് യൂസേജുകൾ വന്നിട്ടുണ്ട്. ഉന്നെ തലാഷ് കർക്ക് അപ്പിനി കോപ്പിമേ ലിഖേ അവയെ അന്വേഷിച്ചിട്ട് നമ്മുടെ കോപ്പിയിൽ എഴുതാൻ. അത് നിങ്ങൾ എഴുതണ്ട കേട്ടോ, അമലിക്കാമൊന്നും നിങ്ങൾ എഴുതണ്ട. അപ്പിനി ജിന്ദഗി കോയി ഐസ വാക്യ ലിഖേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഇങ്ങനെയുള്ളൊരു സംഭവം എഴുതുക. ജബ് ആപ്പിനെ കിസി മുഷ്കിൽ കാ സാമന കിയ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു. സാമന കിയ ഹോ ഓർ അപ്പിനി ഹൗസല മന്ദി ഓർ മെഹനത്ത് കി മദദ് സെ
നിങ്ങളെ ശക്തി കാരണം അല്ലെങ്കിൽ നിങ്ങളെ പരിശ്രമത്തിൻ്റെ സഹായം കൊണ്ട് കാമിയാബ് ഹുയേഹോ, എന്ത് ചെയ്തു, നിങ്ങൾ അതിൽ വിജയിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാൻ, നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിൽ നിങ്ങളുടെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങൾ വിജയിച്ചു, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ അമലി കാമിലെ 2 പ്രവർത്തനം നിങ്ങൾ എഴുതണമെന്നില്ല. ബാക്കി മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ടെസ്റ്റിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങൾ ടെസ്റ്റിൽ അടയാളപ്പെടുത്തുക, നോട്ട് ബുക്കിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠമായി നമുക്ക് വീണ്ടും കാണാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.